പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ഇന്ത്യൻ നദികൾ എന്ന പോർഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിമാലയൻ നദികളെന്നും ബുദ്ധിമയൻ നദികളിൽ നിന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ഹിമാലയൻ റിവേഴ്സ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ സിന്ധുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ്, ഗംഗയുടെ കാര്യം പറഞ്ഞ്, ഇനി പറയാനുള്ളത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ ഡീറ്റെയിൽസാണ്. ബ്രഹ്മപുത്ര അതിൻ്റെ പോഷക നദികളുടെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നദിയുടെ കാര്യം പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് പഠിക്കും, പിന്നെ അതിൻ്റെ ഒരു ജേർണി നമ്മളൊന്ന് മനസ്സിലാക്കും, എന്നിട്ട് അതെവിടെ ചെന്ന് പതിക്കുന്നു എന്ന് പഠിക്കും. ബ്രഹ്മപുത്രയുടെ കേസിൽ അതിൻ്റെ ഒരു പതനം നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഗംഗയുടെ പോഷൻ പഠിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്രഹ്മപുത്രയുടെ കാര്യവും. ബ്രഹ്മപുത്രയും ഗംഗയോടെ ചേർന്നിട്ട് ഒരു സുന്ദരമായ ഡെൽറ്റ തീർത്തിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു നമ്മൾ ഗംഗയുടെ പോർഷൻ പഠിച്ചത് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ബ്രഹ്മപുത്രയുടെ കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നദികളുടെ പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കും, എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമായുങ്തും ഗ്ലേഷ്യർ എന്ന് പറയുന്നൊരു ഹിമാനിയിൽ നിന്നാണ്. ചെമായുങ്തും ഗ്ലേഷ്യർ, ഹിമാനി എന്ന പദം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒഴുകി നടക്കുന്ന മഞ്ഞുപാളി, ഇത് ടിബറ്റിലാണ്, ടിബറ്റൻ റീജിയനാണ്. ചൈനയുടെ അണ്ടറിലുള്ള ടിബറ്റൻ റീജിയനിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്, ചെമായുങ്തും ഗ്ലേഷ്യറിൽ നിന്ന്. ഈ ചെമായുങ്തും ഗ്ലേഷ്യർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാനസ സരോവർ ലേക്കിനടുത്താണ്. മാനസ സരോവർ ലേക്ക് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇത് കൈലാഷ് റേഞ്ചിന് തെക്കായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പല ലൊക്കേഷനിലൂടെ നമുക്കിൻ്റെ ഉത്ഭവത്തിലേക്ക് വരാം. വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ, തുടക്കത്തിൽ ചെമായുങ്തും ഗ്ലേഷ്യർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ടിബറ്റൻ റീജിയനിൽ നിന്ന് ചെമായുങ്തും ഗ്ലേഷ്യർ എന്ന് ഉത്ഭവിക്കുന്നു. അതിങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് ഇന്ത്യയിലേക്ക് കയറുന്നു, പിന്നെ ആസാമിലൂടെ ഒഴുകുന്നു, പിന്നെ അങ്ങ് ബംഗ്ലാദേശിലോട്ട് പോവുക. ബംഗ്ലാദേശിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗംഗ വരുന്നുണ്ട്. ഗംഗയായിട്ട് കൂടിച്ചേർന്ന് മേഘ്നയായിട്ട് മാറിയിട്ട് ഒരു ഡെൽറ്റയൊക്കെ സുന്ദർബൻ ഡെൽറ്റ തീർത്തിട്ട് ബംഗാളോട്ട് ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ബ്രഹ്മപുത്ര സിസ്റ്റം, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ സിമ്പിളി ബ്രഹ്മപുത്ര റിവറിൻ്റെ ഒരു പോക്ക് പറഞ്ഞ് ഇനി കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ് എക്സാം വൈസിൽ. ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കുണ്ട ടിബറ്റിൽ ചെമായുങ്തും ഗ്ലേഷ്യർ ഉത്ഭവിച്ചിട്ട് ഇങ്ങനെ ഒഴുകി പിന്നെ ഇവിടെ വെച്ച് ഇങ്ങനെ ഇന്ത്യയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ടിബറ്റിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര ഈ ടിബറ്റിൽ അറിയപ്പെടുന്നത് എന്നൊരു പോയിൻ്റ്, യാർലുങ് സാങ്പോ എന്നാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര, അല്ലെങ്കിൽ സാങ്പോ എന്ന്. അങ്ങനെ ഈ ഒഴുകി വരുന്ന ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് ഇന്ത്യയിലേക്ക് കയറുന്നു. അപ്പോൾ ഇന്ത്യയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ടൊരു യൂ ടേൺ എടുക്കുന്നുണ്ട്, കണ്ടില്ലേ ഒരു യൂ ടേൺ. അത് ഒരു കൊടുമുടിക്ക് ചുറ്റുമാണ് ആ ഒരു യൂ ടേൺ എടുക്കുന്നത് ബ്രഹ്മപുത്ര. നംജ ബർവ എന്ന് പറയും, ഒരു കൊടുമുടി ടിബറ്റിലെ. അപ്പോൾ അതിന് ചുറ്റും ഒരു യൂ ടേൺ എടുത്തിട്ടാണ് അരുണാചൽ പ്രദേശിലൂടെ അത് ഇന്ത്യയിലേക്ക് കയറുന്നത്. കാണാം മാപ്പിൽ. ഇന്ത്യയിൽ ഈ ബ്രഹ്മപുത്ര നദി 2 സ്റ്റേറ്റ്സിൽ കൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ, അരുണാചൽ പ്രദേശ്, ആസാം. മെയിൻ റിവറിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പോഷക നദികളും മറ്റും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. മെയിൻ റിവറിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ടിബറ്റിൽ ചെമായുങ്തും ഗ്ലേഷ്യർ എന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട് ഇന്ത്യയിലേക്ക് കയറിയിട്ട് ആസാമിലൂടെ കയറിയിട്ട് അങ്ങ് പോവുകയാണ് ബംഗ്ലാദേശിലേക്ക്. അപ്പോൾ ഈ 2 സ്റ്റേറ്റേ അതിനകത്ത് വരുന്നുള്ളൂ. ഇതിനകത്ത് ഈ 2 സ്റ്റേറ്റിലും നമ്മൾ ഗംഗയുടെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചായിരുന്നു. ഈ ഉത്ഭവസ്ഥാനത്ത് ഗംഗയുടെ പേര് ഗംഗ എന്നല്ല, അങ്ങനെയുള്ളൊരു വിഷയം ഇവിടെയും വരുന്നുണ്ട്. ബ്രഹ്മപുത്ര എന്നുള്ള പേര് ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ്. ടിബറ്റിൽ ചൈനയുടെ അണ്ടറിലുള്ള ടിബറ്റൻ റീജിയനിൽ ഒഴുകുമ്പോഴത്തേക്കും സാങ്പോ എന്നാണ്. ഇന്ത്യയിലേക്ക് അരുണാചൽ പ്രദേശ് വെച്ച് കയറുന്നു, അവിടെ വെച്ചും ബ്രഹ്മപുത്ര എന്ന പേര് കിട്ടുന്നില്ല. അവിടെ അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ്. അപ്പോൾ സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നറിയപ്പെടുന്ന ഈ നദി ഇങ്ങനെ ഒഴുകി അടുത്ത ആസാമിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും അവിടെ ലോഹിത് റിവർ, ദിബാങ് റിവർ, അങ്ങനെ 2 റിവർ ഇതുമായിട്ട് മെർജ് ചെയ്യും. അതിനുശേഷമാണ് ബ്രഹ്മപുത്ര എന്ന പേര് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, പേരുകൾ തിരിഞ്ഞു പോരുത്. ഏതാ, ദിഹാങ് വരുന്നുണ്ട്, ദിബാങ് വരുന്നുണ്ട്. സിയാങ് അല്ലെങ്കിൽ ദിഹാങ് അത് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേരാണ്, ബ്രഹ്മപുത്ര അറിയപ്പെടുന്നതാണ്. അടുത്തൊരു ദിബാങ് വരുന്നുണ്ട്, അത് ഈ ആസാം സ്റ്റേറ്റിൽ വെച്ചിട്ട്
ഇതുമായിട്ട് മെർജ് ചെയ്യുന്നതാണ്. ലോഹിത്ത് മെർജ് ചെയ്യുന്നുണ്ട്, ദിബാങ് മെർജ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് ബ്രഹ്മപുത്ര എന്ന പേര് ലഭിക്കുന്നത്. അപ്പോൾ ഈ ദിബാങ്ങും ദിഹാങ്ങും തിരിഞ്ഞു പോരുത്. അപ്പോൾ ഇന്ത്യയിലെ കാര്യം കഴിഞ്ഞ് ഇനി ബംഗ്ലാദേശിലോട്ട് പോവാണ് നദി. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗംഗയുടെ പോർഷൻ പഠിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ ജമുന എന്ന പേര് ഈ നദിക്ക് കൈവരുന്നത് ടീസ്റ്റ എന്ന് പറയുന്ന റിവർ ഈ ബ്രഹ്മപുത്ര നദി ചേരുമ്പോഴാണ്. ബ്രഹ്മപുത്ര നദിയായിട്ട് ടീസ്റ്റ റിവർ ചേരുമ്പോഴാണ് ജമുന എന്ന പേര് ബ്രഹ്മപുത്രയ്ക്ക് ലഭിക്കുന്നത് ബംഗ്ലാദേശിൽ. ഈ ടീസ്റ്റ റിവർ എന്ന് പറയുന്നത് സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നൊരു നദിയാണ്. അത് ഈ ബ്രഹ്മപുത്രമായിട്ട് ചേരുമ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ കാണാം ജമുനയായിട്ട് മാറുന്നത് ബ്രഹ്മപുത്ര. അപ്പോൾ ഇതിൻ്റെ പതനം നമുക്കറിയാം, ക്ലൈമാക്സ് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ പതനം നമ്മൾ പഠിച്ചതാണ് ഗംഗയുടെ വർഷം പഠിച്ചപ്പോഴത്തേക്കും. ഗംഗയും ബ്രഹ്മപുത്രയും കൂടെ ചേർന്നിട്ട് മേഘ്നയായി മാറിയിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കും, സുന്ദർബൻ ഡെൽറ്റയൊക്കെ തീർത്തിട്ട്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന ജമുനയാണ്, ഗംഗ അറിയപ്പെടുന്ന പത്മ എന്നാണ്. അപ്പം പത്മയും ജമുനയും കൂടെ ചേർന്ന് മേഘ്നയായി മാറിയിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അതാണ് ഇതിൻ്റെ പതനം പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് ബ്രഹ്മപുത്ര നദിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് പേരുകൾ വരുന്നുണ്ട്, പേരുകൾ ചേഞ്ച് ആവുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ്. ബ്രഹ്മപുത്ര ടിബറ്റ് അറിയപ്പെടുന്നത് യാർലോങ് സാങ്പോ എന്നാണ്. പിന്നെ അത് ഒഴുകിയിട്ട് അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലേക്ക് കയറുന്നു. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നാണ്. പിന്നീട് ആസാമിലേക്ക് കടക്കുന്നത്. അവിടെ വച്ചാണ് ബ്രഹ്മപുത്ര എന്ന പേര് ലഭിക്കുന്നത്. ലോഹിത്തും ദിബാങ്ങും കൂടെ മെർജ് ചെയ്യുമ്പോഴത്തേക്കും. ജമുന എന്ന പേര് ബംഗ്ലാദേശിലാണുള്ളത് ബ്രഹ്മപുത്രയ്ക്ക്. അത് ടീസ്റ്റ റിവറോട്ട് ചേരുമ്പോഴാണ് ആ പേര് ലഭിക്കുന്നത് ജമുന. പിന്നെ ഗംഗയായിട്ട് ചേർന്നിട്ട് മേഘ്നയെ മാറിയിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ഇനി ട്രിബ്യൂട്ടറീസ്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസാണ് ചുവന്ന കളറിൽ ഉള്ളത്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൽ തുർഹി, ദിഹിങ്, ധൻസിരി, ലോഹിത്ത്, ദിബാങ് ഇതൊക്കെയാണ് മേജർ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ളത്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് സുബൻസിരി, മാനസ്, സങ്കോഷ്, ടീസ്റ്റ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സുബൻസിരി ഇതാണ് ബിഗ്ഗസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. മെയിൻ റിവറുമായിട്ട് ആസാമിൽ വെച്ച് ചേരുന്നത് സുബൻസിരി. ടീസ്റ്റ അത് സിക്കിം നിന്ന് ഉത്ഭവിക്കുന്നതാണ്, ബംഗ്ലാദേശിലോട്ട് കടക്കുന്നുണ്ട്. അവിടെ വെച്ച് ബ്രഹ്മപുത്രമായിട്ട് ചേരുന്നുണ്ട് ടീസ്റ്റ. മാനസ് ഇത് ഭൂട്ടാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ഫേമസ് ആയിട്ടുള്ള മാനസ് നാഷണൽ പാർക്ക് ആസാമിൽ കൂടെ ഇത് ഒഴുകുന്നുണ്ട്. ലോഹിത് റിവർ ഇത് ടിബറ്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. റിവർ ഓഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നു. അത് റെഡിഷ് കളറുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അതുവഴി നമുക്ക് കുറച്ചുകൂടെ എക്സാമേഴ്സിലെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഏത് നാമമാണ് നദി സ്വീകരിക്കുന്നത്? ദിഹാങ് അല്ലെങ്കിൽ സിയാങ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ റിവർ ലൈൻ ഐലൻഡ് ഫോംഡ് ബൈ ദ ബ്രഹ്മപുത്ര ഇൻ ആസാം? ആസാമിൽ ബ്രഹ്മപുത്ര നദിയിലുള്ള നദീജന്യ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ മാജുലിയാണ്. വിച്ച് ഡെൽറ്റ ഇസ് ഫോംഡ് അറ്റ് ദ മൗത്ത് ഓഫ് ദ ബ്രഹ്മപുത്ര റിവർ ബിഫോർ ഇറ്റ് ജോയിൻസ് ദ സീ? മൗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ചെന്ന് പതിക്കുന്ന സ്ഥലം, പതന സ്ഥാനം. അവിടെ ഏത് ഡെൽറ്റയാണ് ഈ ബ്രഹ്മപുത്ര നദി ഫോം ചെയ്യുന്നത്? സുന്ദർബൻ ഡെൽറ്റയാണ്. വിച്ച് ബ്രിഡ്ജ് ഇസ് ദ ലോങ്ങസ്റ്റ് റോഡ് കം റെയിൽ ബ്രിഡ്ജ് ഓവർ ദ ബ്രഹ്മപുത്ര റിവർ? ആൻസർ ബോഗിബീൽ ബ്രിഡ്ജ്, ആസാമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി ഗഡാധർ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി സങ്കോഷ്. എലോങ് ദ ബ്രഹ്മപുത്ര റിവർ റൺ ചെയ്യുന്ന നാഷണൽ വാട്ടർവേയുടെ പേര്? നാഷണൽ വാട്ടർവേ 2 ആണത്, NW2. NW2 എന്ന് പറയുമ്പോഴത്തേക്ക് അത് സാദിയ ടു ദുബ്രിയാണ്. വിച്ച് ഈസ് ദ ഓൺലി മേജർ ബ്രിഡ്ജ് ഓവർ ദ ബ്രഹ്മപുത്ര ദാറ്റ് കണക്ട്സ് ആസാം ടു അരുണാചൽ പ്രദേശ്? ധോള സാദിയ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഭൂപ്പൻ ഹസാരിക സേതു. ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണത്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റോഡ് ബ്രിഡ്ജാണ് ഈ ധോള സാദിയ ബ്രിഡ്ജ്. മാനസ് റിവറിൻ്റെ കരയിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫേമസ് ആയിട്ടുള്ള മാനസ് നാഷണൽ പാർക്ക്. വിച്ച് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഒറിജിനേറ്റ്സ് ഇൻ ഭൂട്ടാൻ? ഭൂട്ടാനിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഏത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി? ആൻഡ് ഫ്ലോസ് ഇൻ ടു ആസാം, ആസാമിലേക്ക് ഒഴുകുന്നുണ്ടത്. നോൺ ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് സങ്കോഷ്. ആസാം സ്റ്റേറ്റിൻ്റെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന റിവർ സങ്കോഷ്. സിക്കിമിലെ കാഞ്ചൻജംഗ റേഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി തീസ്റ്റ. വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ദ ബ്രഹ്മപുത്ര? സുബൻസിരി. വാട്ട് മേജർ നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ കാമെങ് റിവർ? പക്വൈ ടൈഗർ റിസർവ്. വിച്ച് ഈസ് ദ ഈസ്റ്റേൺ മോസ്റ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ദ ബ്രഹ്മപുത്ര? നോവ ദിഹിങ്. നോവ ദിഹിങ്ങിൻ്റെ അടുത്തുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി നംദഫ നാഷണൽ പാർക്ക്. ധൻസിരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ലൈസാങ് പീക്ക്, നാഗാലാൻഡ്.
വിച്ച് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഈസ് ഫേമസ് ഫോർ ദ കാസിരംഗ നാഷണൽ പാർക്ക് പാസിംഗ് അലോങ് ഇറ്റ്സ് ബാങ്ക്സ്? മോറ ദിബ്ലു. വിച്ച് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഒറിജിനേറ്റ്സ് ഇൻ അരുണാചൽ പ്രദേശിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്, പിന്നെ അത് ആസാം വാലിയുടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് ബ്രഹ്മപുത്രയായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ബുർഹി ധിങ്ങാണ്. ആസാമിലുള്ള മേജർ സിറ്റി ഇതിൻ്റെ ബ്രഹ്മപുത്രയുടെ ബാങ്ക്സിലുള്ള ഗുവാഹട്ടി. മാജുലി ഐലൻഡ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഇന്ത്യൻ ഡിസ്ട്രിക്റ്റിലാണ്? മാജുലി ഡിസ്ട്രിക്റ്റ്, ആസാം. സയാൽചു റേഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ലോഹിത്. ബ്രഹ്മപുത്ര റിവറിൻ്റെ ടോട്ടൽ ലെങ്ത് 2900 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ നീളം 916 കിലോമീറ്റർ. ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ ഒഴുകുന്നത് ബ്രഹ്മപുത്ര ഇന്ത്യയിൽ? ആസാം. ടിബറ്റൻ നെയിം പറഞ്ഞായിരുന്നല്ലോ ബ്രഹ്മപുത്രയുടെ സാങ്പോ, അതിൻ്റെ മീനിങ് എന്താണ്? പ്യൂരിഫയർ. ഏത് റിവറാണ് സോറോ ഓഫ് ആസാം എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര റിവറാണ്. ഏത് ടൗണിൽ വെച്ചിട്ടാണ് ദിഹാങ് റിവർ ഒഫീഷ്യലി ബ്രഹ്മപുത്രമായിട്ട് മാറുന്നത്? സാദിയ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. ബ്രഹ്മപുത്ര നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് ലൗഹിത്യം എന്നാണ്. അങ്ങനൊരു പോയിൻ്റ് ഉണ്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഇത്രയുമ്പോഴത്തേക്കും ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളുടെയും അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു പോയി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.